എല്ലാവർക്കും പ്രണാമം. സർവ്വം തത്വമസി. ആധ്യാത്മികമായി ചിന്തിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം പേരും ധ്യാനം ശീലിക്കുന്നതാണ്. ധ്യാനം എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊന്നിലേക്കാണോ മനസ്സിൻ്റെ ഏകാഗ്രത നിന്ന് പോരുന്നത് അത് ധ്യാനമായിട്ട് നമ്മൾ കാണേണ്ടി വരും. നിങ്ങൾ ഒരു ഗ്രന്ഥം വായിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധ ചുറ്റുവട്ടത്തേക്ക് പോകുന്നില്ലെങ്കിൽ ആ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകളിലെ അർത്ഥങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ പരിസരത്ത് പലവിധ ആലോചനകൾ നടക്കുമ്പോൾ അവിടേക്ക് ഒന്ന് മനസ്സ് തിരിയുന്നില്ലെങ്കിൽ ആ ഗ്രന്ഥത്തിലേക്ക് നിങ്ങളുടെ ധ്യാനാത്മകമായ ശ്രദ്ധ ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഏത് കർമ്മത്തിലാണോ മനസ്സിൻ്റെ ശ്രദ്ധ ഒഴുകി നിൽക്കുന്നത് അത് ഒരു ധ്യാനാത്മകമായ അവസ്ഥയായിട്ട് നമുക്ക് കണക്കാക്കാം. എന്നാൽ ആധ്യാത്മിക തലത്തിൽ ദൈവാവബോധത്താൽ ഇരുന്ന് ധ്യാനിക്കുന്നതിനെയാണ് യഥാർത്ഥത്തിൽ സുപ്രദമായ ധ്യാനം, ഈശ്വരീയമായ ധ്യാനം, സ്പിരിച്വൽ എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ധ്യാനം അതാണ്. അപ്പോൾ നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഈ ധ്യാനിക്കുന്നവർ. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു. അവർ ക്രിയായോഗ അങ്ങനെയുള്ള ധ്യാനമാർഗം ശീലിക്കുന്നവരാണ്. പക്ഷേ അവർക്ക് ധ്യാനത്തിലിരിക്കുമ്പോൾ ഭൂതകാലങ്ങൾ കയറി വരിക. അപ്പോൾ ആരോടൊക്കെയാണോ വിദ്വേഷവും ദേഷ്യമൊക്കെ ഉള്ളത് അവരോടൊക്കെ പ്രയാസങ്ങൾ തോന്നാം. അങ്ങനെ തോന്നുന്ന സമയത്ത് ധ്യാനാവസ്ഥയിൽ ഇരിക്കാൻ കഴിയുന്നില്ല, മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയുന്നില്ല. ഇതവർ വളരെ ശ്രമിച്ചിട്ടും കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചിരുന്നു. അങ്ങനെയുള്ളവരോട് പറയേണ്ട ഒരു വിഷയം, അവർ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, നാം ഭൂതകാലങ്ങളിൽ ചെയ്ത എല്ലാ കർമ്മവാസനകളുടെയും പ്രിൻ്റ് നമ്മുടെ മസ്തിഷ്കത്തിൽ കിടപ്പുണ്ട്. അപ്പോൾ ധ്യാനവേളയിൽ ഏകാഗ്രമാകുമ്പോൾ, മനസ്സ് ഏകാഗ്രമാകുമ്പോൾ ഈ ഉറങ്ങിക്കിടക്കുന്ന നമ്മളുടെ മസ്തിഷ്കത്തിൽ കിടക്കുന്ന ഈ ഓർമ്മകളൊക്കെ, ഭൂതകാല ഓർമ്മകളൊക്കെ സടകുടഞ്ഞെഴുന്നേറ്റ് വരും. അവിടെ നിന്നൊക്കെ പതുങ്ങിയിരിക്കായിരിക്കും ആദ്യം. പക്ഷേ ഏകാഗ്രത വർദ്ധിക്കുമ്പോൾ മനസ്സ് മറ്റു ഭാവി വർത്തമാനങ്ങളിലേക്ക് പോകാതെ ഇരിക്കുന്ന സമയത്ത് ഈ ഭൂതകാലത്തിൽ കിടക്കുന്ന സ്മരണകൾ ഇളകി വരാറുണ്ട്. ഇത് വളരെ അസ്വസ്ഥയുണ്ടാകും. സുഖപ്രദമായൊരു ധ്യാനം നമുക്ക് കിട്ടില്ല. ധ്യാനത്തിന് പ്രധാനമായിട്ട് വേണ്ടത് മനസ്സിൻ്റെ ഐക്യമാണ്. ആത്മാവിലേക്ക് മനസ്സ് ലയിക്കുമ്പോഴുണ്ടാകുന്ന ഏകാഗ്രതയിൽ കിട്ടുന്ന സമാധാനവും ശാന്തിയും അതോടനുബന്ധമായിട്ടുള്ള സുഖവുമാണ് കിട്ടേണ്ടത്. സുഖത്തിനാണ് സുഖാസനത്തിലിരുന്ന് ധ്യാനിക്കുന്നത്. അത് മനസ്സുഖമാണ് കിട്ടേണ്ടത്. സുഖത്തിൽ ശരീരസുഖമുണ്ട്, മനസ്സുഖമുണ്ട്, പിന്നെ ആത്മസുഖമുണ്ട്. ആത്മസുഖം അവിടെ നിന്നും കടന്ന് മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തുടങ്ങുന്നത് ആത്മസുഖമാണ്. അപ്പോൾ ആദ്യം ശരീരസുഖമാണ്, പിന്നെ മനസ്സുഖമാണ്, പിന്നെ ആത്മസുഖമാണ്. ഇങ്ങനെ ഒരു 3 അവസ്ഥയിലൂടെ വേണം കടന്നു പോകാൻ. ഇങ്ങനെ കടന്നു പോകുമ്പോൾ മനസ്സ് ആ വക മണ്ഡലങ്ങളിലെയാണ് കടന്നു പോകുന്നതെന്നുള്ള ഒരറിവ് ധ്യാനിക്കാനിരിക്കുമ്പോൾ ധ്യാനാത്മാവിന് നേരത്തെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ വക സംസ്കാരത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ പകച്ചു പോകും.
ഞാൻ ധ്യാനിച്ചിട്ട് എന്താ ഒരു ഗുണമില്ലാത്തത്, അങ്ങനെയൊക്കെ ചിന്തിച്ച് ധ്യാനം വെടിയാറുണ്ട് പല ആളുകളും. ഇതാണ്. അപ്പോൾ പ്രധാനമായിട്ട് ദൈവാവബോധത്തിൽ ഇരുന്ന് ധ്യാനിക്കുന്നതാണ് ശരിയായ ആധ്യാത്മിക ധ്യാനം. അപ്പോൾ ധ്യാനിക്കുന്നതിന് മുന്നേ ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് പരമാത്മാവിൻ്റെ പാദത്തിലേക്ക് സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും. ഒരു പ്രാർത്ഥന നാം ചെയ്തു പോയ ഓരോ വിഷയങ്ങളും, നാം പിന്നിട്ട ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഓരോ സംസ്കാരങ്ങളും ഓർത്ത് കൊണ്ടുവന്ന് ഭഗവത്സന്നിധിയിൽ സമർപ്പിച്ച് അതിനെ നീക്കേണ്ടതാണ്. അതായത് ഭഗവത്സന്നിധിയിൽ സമർപ്പിച്ച് നീക്കുന്ന വാസനകൾ, കർമ്മവാസനകൾ, പ്രയാസങ്ങൾ, ദോഷങ്ങൾ, മാനസികമായ വേദനകൾ, വ്യാധികൾ, ഇതെല്ലാത്തിൻ്റെയും കാര്യകാരണങ്ങളെ മനസ്സിലാക്കി നാം ഓരോന്നോരോന്ന് മനമലരുകളായിട്ട് ഭഗവാന്റെ പരമേശ്വരൻ്റെ പാദത്തിൽ സമർപ്പിക്കണം. അത് മനമലരുകളായിട്ട് പുഷ്പമായിട്ട് സമർപ്പിച്ച് അന്തരംഗം, ഹൃദയം ശുദ്ധമാകണം. അപ്പോൾ ഹൃദയശുദ്ധി വരും. അത് മനസ്സ് പൂർണ്ണമായി സമർപ്പിച്ചാൽ മനഃശുദ്ധി വരും. അപ്പോൾ ശരീരത്തിന് അതുകൊണ്ടൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രയാസങ്ങൾ വിട്ടുപോകുന്നത് കാണാം. കാരണം ഭഗവത് ബോധത്തോടുകൂടി, അതായത് ദൈവബോധത്തിൽ സമർപ്പിക്കുന്ന ഒരു സംസ്കാരവും തിരിച്ചു വരില്ല. കാരണം ആ രീതിയിലുള്ള ഒരു വിശ്വാസത്തിലാണ് ദൈവസന്നിധിയിൽ നാം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ധ്യാനിക്കുന്നതിനൊക്കെ മുന്നേ കുറച്ച് നാൾ ഈ പ്രാർത്ഥന ശീലിക്കുന്നത് നല്ലതാണ്. അത് ധ്യാനാത്മകമായ പ്രാർത്ഥന തന്നെയാണ്. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി ആയിരിക്കണം പ്രാർത്ഥന നടത്തേണ്ടത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശ്വരാഭിമുഖം വരുന്നിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അതായത് അപേക്ഷയാണ്, സമർപ്പണമാണ്. ഈശ്വരപാദത്തിൽ നാം നമ്മളുടെ എല്ലാ നൊമ്പരങ്ങളും പ്രയാസങ്ങളും അതുപോലെ ഭാവി കാര്യങ്ങളും എല്ലാം, ഭൂതകാലങ്ങളും വർത്തമാനകാലങ്ങളും, ഇതിലൊക്കെയുള്ള ഓരോ വിഷയങ്ങളെയും നമ്മളുടെ ബോധതലത്തിൽ, മാനസിക മണ്ഡലത്തിൽ കയറി വന്ന് പ്രയാസമുണ്ടാക്കുന്ന എല്ലാ സംസ്കാരങ്ങളെയും ഭഗവത് സന്നിധിയിൽ ദൈവബോധത്തിൽ സമർപ്പിച്ച് 4 നേരമോ 3 നേരമോ അതിനെ ശുദ്ധമാക്കണം. ആന്തരിക ശുദ്ധി, അതിനെ നമുക്ക് അന്ധകരണ ശുദ്ധി എന്ന് വേണമെങ്കിൽ പറയാം. അത് പൂർണ്ണ മനസ്സോടുകൂടി ആയിരിക്കണം. ഭഗവാന്റെ സന്നിധിയിൽ ഭഗവാൻ നമ്മളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി മനുഷ്യാത്മാവായ നാം അങ്ങനെ സമർപ്പിക്കുമ്പോൾ നമുക്ക് സുഖം കിട്ടും. മാനസികമായ സുഖം കിട്ടും, ശാരീരിക സുഖം കിട്ടും. ചില ആളുകൾക്ക് ആദിവ്യാധികൾ വന്ന് പെട്ടിരിക്കുന്ന രോഗപീഠാദികൾ, ആദിയാൽ വന്നിരിക്കുന്ന വ്യാധി, രോഗപീഠാദികൾ ഒക്കെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടിയുള്ള സമർപ്പണ പ്രാർത്ഥനയിൽ ഭഗവാൻ അത് സ്വീകരിക്കുന്നുണ്ടെന്നും അവിടെ നിന്ന് അത് സ്വീകരിച്ച്, നമ്മുടെ പ്രാർത്ഥന സ്വീകരിച്ച് അതിന് ഫലം നൽകുമെന്നും ഉള്ളൊരു വിശ്വാസത്തോടു കൂടി ഒരു വിശ്വാസി പ്രാർത്ഥിച്ചാൽ അതിന് ഫലമുണ്ടാവും. അത് സമർപ്പണമായിരിക്കണം, പൂർണ്ണ വിശ്വാസത്തോടു കൂടി ആയിരിക്കണം. ആ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകും. പലവിധ രോഗങ്ങൾ, അതുപോലെ മനസ്സിൻ്റെ ദുശീലങ്ങൾ, അതുപോലെ വ്യവഹാരങ്ങൾ, ഏകാഗ്രതയില്ലാഴിക, മറ്റുള്ളവരോടുള്ള പക, വിദ്വേഷം, അസൂയ, കുനിറ്റ്, കുശുമ്പ്, ഇതെല്ലാം സമർപ്പിക്കണം. അതൊക്കെ നമ്മളിലുണ്ടെങ്കിൽ അത് നമ്മളെ തന്നെ നശിപ്പിക്കും, മലിനമാക്കും. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ജീവിത രീതിയിലൊക്കെ അത് കടന്നു വന്ന് നമ്മളിൽ തന്നെ അതിൻ്റെ അന്ധകാരമായിട്ടുള്ള അജ്ഞാനത്തോടുകൂടി ഉള്ളൊരു ജീവിതം നമ്മൾ അറിയാതെ തന്നെ ഈ വക അവസ്ഥകൾ കയറി വന്ന് നമ്മളുടെ ജീവിതത്തിനെ ദുസ്സഹമാക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്.
അപ്പോൾ എപ്പോഴും കണ്ണുകളടയ്ക്കുന്നത് എന്തിനാ? നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ പുറത്ത് വ്യവഹരിക്കുമ്പോൾ അകത്ത് ധ്യാനമോ പ്രാർത്ഥനയോ നടക്കില്ല. മനസ്സിനെ അന്തർമുഖമാക്കി ആത്മാവിനോട് ചേർത്തി വേണം പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നാം കണ്ണുകളടച്ച് ഭഗവാനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് നാം ആ ഭഗവാന്റെ പാദത്തിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, നമ്മളെ കാണുന്നുണ്ട്. അവിടെ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷത്തിലായി നിൽക്കുന്നുണ്ട്, അരൂപമായി നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏതെങ്കിലും രൂപഭാവത്തിലാണ് ദൈവത്തെ കാണുന്നത് അല്ലെങ്കിൽ ഈശ്വരനെ കാണുന്നെങ്കിൽ ആ രൂപഭാവത്തിലൂടെ കണ്ടുകൊണ്ട് അതിൻ്റെ പാദത്തിലേക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്ന ഈ പറയുന്ന സംസ്കാരങ്ങളെല്ലാം മനമലരുകളായി അർപ്പിച്ചു കഴിഞ്ഞാൽ, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി അർപ്പിച്ചു കഴിഞ്ഞാൽ ശാന്തി കിട്ടും, സമാധാനം കിട്ടും, രോഗസൗഖ്യം കിട്ടും. എന്തിൻ്റെ കുറവാണോ ആ കുറവ് നികന്നു കിട്ടുന്നതായിട്ട് കാണാം. ഒരു ദിവസം 2 ദിവസം കൊണ്ടുമല്ല, നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് സൗഖ്യം കിട്ടും, സുഖം കിട്ടും. അത് വലിയൊരു ധ്യാനമാണ്, പ്രാർത്ഥനാത്മകമായ ധ്യാനമാണത്. ഈശ്വരൻ നമ്മളുടെ മുന്നിലുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ജീവാത്മാവായ ആത്മാവായ നാം പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെയുള്ള പ്രാർത്ഥന അത് തീർച്ചയായിട്ടും നാം വിഭാവനം ചെയ്യുന്ന, അതായത് നമ്മളുടെ ഈ പ്രശ്നങ്ങളെല്ലാം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്ന ഈ വക വിഷയങ്ങളെല്ലാം നാം അത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുമ്പോൾ അവിടെ സൗഖ്യം കിട്ടുന്നത് കാണാം. ഭഗവാൻ അത് സ്വീകരിക്കുന്നുണ്ട്, ചെവി കൊള്ളുന്നുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടി അർപ്പണം ചെയ്താൽ അവിടെ സൗഖ്യം കിട്ടുന്നത് കാണാം, വളരെ സുഖം കിട്ടുന്നത് കാണാം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. അപ്പോൾ ധ്യാനത്തിന് മുന്നേ എല്ലാ വിഷയങ്ങളും നമ്മളെ വേദനിപ്പിക്കുന്ന, നമുക്ക് ഭഗവത്സന്നിധിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ബോധ്യപ്പെടുത്താനുള്ളത് അതെല്ലാം പ്രാർത്ഥനാത്മകമായി സമർപ്പിക്കുന്നത് നല്ലതാണ്. സമർപ്പിച്ചാൽ അത് ഗുണം ചെയ്യും. എന്നിട്ട് വേണം ധ്യാനിക്കാൻ. കുറേ അങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് നമ്മളുടെ തൊഴിൽ മേഖലകളിൽ ഉള്ള വിഷയങ്ങൾ, നമ്മുടെ സഹവർത്തികൾ, കുടുംബാംഗങ്ങൾ, നമ്മുടെ രക്ഷിതാക്കൾ, നമ്മളുടെ മറ്റു മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ബന്ധുമിത്രാദികൾ, ഇവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. പലവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല. നമ്മൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുമ്പോൾ അതെന്താ ചെയ്യുക? അവിടെ സ്വാർത്ഥതയുണ്ട്. അതല്ല, നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, നമുക്ക് ഉപകാരം ചെയ്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, മരണശൈലിയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, തൊഴിൽ മേഖലയിൽ കിട്ടാതെ വലഞ്ഞു കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അന്യരാജ്യങ്ങളിൽ പോയിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രോഗശൈലിയിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ഓരോ മേഖലകളിലും പ്രയാസപ്പെട്ട് കഴിയുന്ന മനുഷ്യാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അതിനുശേഷം സർവ്വഭൂതഗണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരലോകവാസികളായി പോയിരിക്കുന്ന ജീവാത്മാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, രക്ഷിതാക്കൾ ആയ ആത്മാക്കൾക്ക് വേണ്ടി, പരേതാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദിവ്യമായ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ അന്തരീക്ഷത്തിലുള്ള സൂക്ഷ്മത്തിലുള്ള ആദർശമായി നിൽക്കുന്ന ശക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രയാസങ്ങളെല്ലാം നീക്കിത്തരുവാൻ ആദർശമായ ശക്തികളുണ്ട്. നിസ്വാർത്ഥമായി സഹായിക്കുന്ന ശക്തികളുണ്ട്. അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ദേവഗണങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടൊന്നുമില്ല.
നമ്മളെ ദുസ്സഹപ്പെടുത്തുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, നമുക്ക് ആവശ്യമായിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, അവയെല്ലാം നമുക്ക് ദൈവ അവബോധത്തിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ച് ക്രമത്തിൽ നമ്മുടെ ഹൃദയവും നമ്മുടെ മസ്തിഷ്കവും എല്ലാം ശുദ്ധമാവുന്നത് കാണാം. അപ്പോൾ മനസ്സ് ശാന്തമാവുന്നത് കാണാം. പലവിധ രോഗങ്ങൾ മാറുന്നതായിട്ട് കാണാം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. നമ്മുടെ മെമ്മറി കാർഡിൽ ഭൂതകാലങ്ങളിലുള്ളതെല്ലാം സ്റ്റോറായി കിടക്കുന്നുണ്ട്. അവയെല്ലാം എടുത്തു കൊണ്ടുവരിക. ആത്മപരിശോധന ചെയ്യുമ്പോൾ അതെല്ലാം വെളിപ്പെട്ട് കിട്ടും. തെറ്റായ മനസാക്ഷിക്ക് വിരുദ്ധമായ പ്രവൃത്തികൾ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കുറ്റബോധങ്ങൾ നമ്മളെ വേട്ടയാടുന്നുണ്ടെങ്കിൽ അവയെല്ലാം പ്രാർത്ഥിക്കാം. അതെല്ലാം പ്രാർത്ഥിച്ച് നമുക്ക് മനസ്സിനെ ശുദ്ധമാക്കാം, ഹൃദയത്തെ ശുദ്ധമാക്കാം. അതിന് ആന്തരിക ശുദ്ധി എന്ന് പറയും. അങ്ങനെ പ്രാർത്ഥന നാം ഭഗവാന്റെ പാദങ്ങളിൽ ദൈവ അവബോധത്താൽ സമർപ്പിക്കുമ്പോൾ സൗഖ്യം കിട്ടുന്നത് കാണാം. അത് ആത്മാർത്ഥതയോടുകൂടി വിശ്വാസത്തോടുകൂടി വേണം പ്രാർത്ഥിക്കാൻ. അതിന് പറ്റിയ ഏത് സമയമായാലും പ്രാർത്ഥിക്കാം. കാരണം എന്താ? ദൈവ സാന്നിധ്യം സർവ്വസമയവും തുറന്നിരിക്കുകയാണ്. നമ്മളിവിടെ ക്ഷേത്രങ്ങളോ ആരാധനാലയങ്ങളോ ഒക്കെ പോലെ ഒരു ഫിക്സഡ് സമയത്തല്ല ഭഗവാന്റെ നട തുറന്നിരിക്കുന്നത്. സർവ്വസമയവും അവിടെ ഭക്തർക്ക്, തൻ്റെ മക്കൾക്ക് ആ പരമപിതാവിൻ്റെ സന്നിധിയിൽ സങ്കടം പറയാൻ എപ്പോഴും വേണമെങ്കിലും അനുവാദമുണ്ട്. അത് രാത്രി എന്നില്ല, പകലെന്നില്ല, പ്രത്യേകമായ മുഹൂർത്തങ്ങളൊന്നുമില്ല. എപ്പോഴാണോ മനുഷ്യ മനസ്സിന്, മനുഷ്യ ആത്മാവിന് പ്രാർത്ഥിക്കാൻ തോന്നുന്നത് തത്സമയം പ്രാർത്ഥിക്കാവുന്നതാണ്. പരമാവധി രാത്രിയോ വെളുപ്പാങ്കാലത്തോ ആണ് കുറേ കൂടിയും നല്ലത് പ്രാർത്ഥനയ്ക്ക്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാം. എളിമയോടുകൂടി പ്രാർത്ഥിക്കാം, വിനയത്തോടുകൂടി പ്രാർത്ഥിക്കാം. ഒരു പിതാവിനോട് മകൻ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാം. ദിവ്യമായ ദൈവിക ഭാവത്തിൽ പ്രാർത്ഥിക്കാം. അത് ഓരോരുത്തരുടെയും മനോധർമ്മം അനുസരിച്ച് പ്രാർത്ഥിക്കാം. അത് ഏത് രീതിയിലാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ അവരവരുടെ മനോധർമ്മം അനുസരിച്ച് അവർ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അതെല്ലാം പ്രാർത്ഥന എന്ന അപേക്ഷയോടുകൂടി നമുക്ക് ഭഗവത് സന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിന് പ്രായവ്യത്യാസങ്ങളില്ല, ലിംഗഭേദങ്ങളില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. കാരണം എല്ലാ സർവ ജീവജാലങ്ങളുടെയും പരമപിതാവാണ് ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ. ആ മനോഭാവത്തോടു കൂടിയാണ് നാം ഭഗവത് സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്. ഒരാളോടും വിദ്വേഷമോ വൈരാഗ്യമോ പക്ഷഭേദമോ ഒന്നും ഭഗവത് സന്നിധിയിൽ ഇരിക്കുമ്പോൾ തോന്നുവാനോ അങ്ങനെയുള്ള ആലോചനകളൊന്നും വരാൻ പാടില്ല. അതാ വരുന്നുണ്ടെങ്കിൽ അതെല്ലാം മനമലരാളായി ഭഗവത് പാദത്തിൽ തന്നെ സമർപ്പിച്ച് ശുദ്ധമാക്കണം അന്തരംഗം, മനസ്സ്. അത് നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട വാക്കുകൾ അതെല്ലാം നമ്മുടെ ബോധതലത്തിൽ ആ സമയത്ത് വന്നു ചേരും. നമ്മളെ കഷ്ടപ്പെടുത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വിശാലമാകും, ദൈവസന്നിധിയിലേക്ക് ഉയരും. പ്രാർത്ഥനയിൽ സർവർക്കും ഒരു പങ്കാളിത്തം നമ്മൾ കൊടുക്കണം. അതായത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ അയൽവാസികൾ, നമ്മളെ മാനസികമായി വേദനിപ്പിച്ച അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളുടെ ഉള്ളിലെ വേദനകൾ പോകും. അവരോട് നമുക്ക് സ്നേഹവും അനുകമ്പയും ഒക്കെ തോന്നും. അത് നമ്മളുടെ ആരോഗ്യത്തിന് നല്ലതാണ്, മനസ്സിന് നല്ലതാണ്. വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും
അങ്ങനെയുള്ള മനോബന്ധനങ്ങൾ, പ്രയാസങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിലിരുന്നാൽ അത് അവിടെ ഇരുന്ന് വ്രണമാകും. എപ്പോഴും നമ്മളെ അത് വേദനിച്ചു കൊണ്ടിരിപ്പിക്കും. അപ്പോൾ അങ്ങനെയുള്ള മാലിന്യങ്ങളെല്ലാം ആദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് നീക്കണം. അവയൊക്കെ പഴയ സംസ്കാരങ്ങളാണ്. അവ നമുക്ക് സൗഖ്യം നൽകില്ല. നമ്മുടെ നിദ്ര കെടുത്തും, ആത്മസുഖം കെടുത്തും, മനസ്സുഖം കെടുത്തും. ഈ രണ്ട് സുഖങ്ങൾ കിട്ടിയാൽ ശരീരസുഖം താനേ ഉണ്ടാകും. അഥവാ ശരീരത്തിൽ വന്നിരിക്കുന്ന രോഗപീഠാദികളാണെങ്കിലും അതിൻ്റെ കാരണങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അത് ആത്മാർത്ഥത്തോടുകൂടി പ്രാർത്ഥിക്കുക. വിശ്വസ്വരൂപനായിരിക്കുന്ന, വിശ്വനാഥനായിരിക്കുന്ന, സർവത്തിൻ്റെയും സൃഷ്ടികർത്താവായിരിക്കുന്ന, പരമ്പൊരുളായിരിക്കുന്ന, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന, നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആ പരമപിതാവിൻ്റെ പാദത്തിൽ സർവവും ഏറ്റുപറഞ്ഞു സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വളരെയധികം മനസ്സുഖം ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ധ്യാനിക്കുന്നതിനൊക്കെ മുന്നേ പ്രാർത്ഥന ശീലിക്കുന്നതും നമ്മുടെ അന്തരംഗത്തിൽ, ഹൃദയത്തിൽ, മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ഓരോ മുറിവുകളും ഓരോ പ്രയാസങ്ങളും പല രീതിയിലുള്ള വേദനിക്കുന്ന സംസ്കാരങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെ പാതയിൽ സമർപ്പിച്ച് നമ്മൾ ശുദ്ധരാവണം. നമ്മളത് ചുമക്കേണ്ട ആവശ്യമില്ല. അതെല്ലാം ഭഗവത് പാദത്തിൽ സമർപ്പിച്ച് നമ്മുടെ ഉള്ളം എപ്പോഴും ശുദ്ധമാക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ വിഷമിക്കുന്ന യാതൊരു അസ്വസ്ഥതയും നമ്മളിൽ പ്രകടമാകില്ല. അതുകൊണ്ട് പ്രാർത്ഥന വളരെ നല്ലതാണ്. പ്രാർത്ഥനയിൽ അതിപ്രധാനമായ ഒരു വിഷയമാണ് നാം മനസാക്ഷിക്ക് വിരുദ്ധമായി ചെയ്ത കർമ്മങ്ങൾ, പ്രവൃത്തികൾ. അത് നമ്മളെ വളരെയധികം സദാസമയം വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. എത്ര മറക്കാൻ നമ്മൾ ശ്രമിച്ചാലും നാം നനയ്ക്കാത്ത സമയങ്ങളിലൊക്കെ ആ കുറ്റബോധം, ആ ആന്തരികമായിട്ടുള്ള പ്രയാസങ്ങൾ കയറി വരുന്നത് കാണാം, നമ്മളെ ദുഃഖിപ്പിക്കുന്നത് കാണാം. ഒരു പക്ഷേ വളരെ പ്രധാനപ്പെട്ട പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അങ്ങനെയുള്ള വിഷയങ്ങൾ കയറി വരിക. അപ്പോൾ പ്രധാനപ്പെട്ട നാം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഭംഗം സംഭവിക്കും. അങ്ങനെ അതിന് വിഘ്നമുണ്ടാവാൻ സാധ്യതയുണ്ട്. അത് നമ്മളുടെ ഭൂതകാലത്ത് നാം ചെയ്ത പാപ കർമ്മങ്ങളാണ്, ബന്ധനങ്ങളാണ്, കറകളാണ്. ഈ പാപ കറകൾ വളരെ ആഴത്തിലാണ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത്. അത് എത്ര മറക്കാൻ ശ്രമിച്ചാലും നാം തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ മറച്ചു വയ്ക്കാൻ എത്ര ശ്രമിച്ചാലും അത് വീണ്ടും വീണ്ടും അടിത്തട്ടിൽ നിന്ന് പൊന്തി വന്ന് നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും, ദുഃഖത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ മനഃശാന്തിയും മനസ്സമാധാനവും കെടും. പല മനസ്സാക്ഷിക്ക് വിരുദ്ധമായി ചെയ്ത പാപ പ്രവൃത്തികളുടെ അനന്തരഫലം പല ജീവിതത്തെയും നശിപ്പിച്ചിട്ടുണ്ട്. പല നല്ല ജീവിത സൗകര്യമുള്ള അവസ്ഥകളെയൊക്കെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. പാപത്തിന് അത്രയ്ക്ക് ശക്തിയുണ്ട്. അപ്പോൾ പാപപകിലമായുള്ള ഒരു ജീവിതം ജീവിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ആ പാപങ്ങൾ ചെയ്തിരിക്കുന്ന പാപക്കറകൾ നമ്മുടെ ആത്മാവിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ അവ പൂർണ്ണമായും ഏറ്റുപറഞ്ഞ് പശ്ചാത്താപിച്ച് സമർപ്പണം ചെയ്ത് ആ പാപത്തെ നീക്കി ശുദ്ധമാക്കണം. അന്തരംഗം, നമ്മുടെ ഹൃദയം എപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കും. പാപകറകൾ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ ഹൃദയമാണ് നമുക്ക് സ്നേഹവും സന്താപവും സുഖവും ദുഃഖവും ആനന്ദവും
അനുകമ്പയും ഒക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ഹൃദയം അതിൽ വലിയൊരു പങ്കുണ്ട്. ആ ഹൃദയത്തിൽ പാപകറകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ ജീവിതം ദുസ്സഹമാവും. സന്തോഷപ്രദമായ ഒരു ജീവിതം നമുക്ക് ഭൂമിയിൽ സമാധാനത്തോടുകൂടി നയിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള പാപക്കറകൾ പ്രത്യേകം ഒളിച്ചു വയ്ക്കാതെ ഈശ്വര സന്നിധിയിൽ ഭഗവാനെ അതറിയാം. ഭഗവാന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം അവിടെ നിന്ന് അറിയുന്നുണ്ട്. അവിടുത്തെ ദൃഷ്ടി നമ്മളുടെ ഉള്ളിൽ പതിയുന്നുണ്ട്. അവിടത്തേക്ക് അറിയാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾ എത്ര ഒളിച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ഭഗവാൻ അതറിയാം. അപ്പോൾ വളരെ നേരത്തെ നാം ചെയ്തു പോയ പാപക്കറകൾ ഭഗവത് സന്നിധിയിൽ ഏറ്റുപറയുകയാണ് വേണ്ടത്. അല്ലാതെ അത് ഒളിച്ചു വയ്ക്കരുത്. ഒളിച്ചു വച്ചാൽ അത് വ്രണമായിട്ട് മാറും. ചികിത്സിച്ചാൽ ഒരിക്കലും മാറാത്ത ഒരു വിഷയമാണ് പാപം. അപ്പോൾ അരുതാത്ത പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ചെയ്യാണ്ടിരിക്കുക. ഭഗവാൻ ഒരു പ്രാവശ്യം നമുക്ക് അവയ്ക്കെല്ലാം എല്ലാ പാപങ്ങൾക്കും ഭഗവാൻ ക്ഷമിക്കും, മാപ്പ് നൽകും. ആ ബോധത്തോടുകൂടി നാം നമ്മുടെ എല്ലാ പാപങ്ങളും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന എല്ലാ പാപകറകളും പൂർണ്ണ മനസ്സോടും ഹൃദയത്തോടും കൂടിയും ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമുക്ക് ഭഗവാൻ അത് ഏറ്റെടുത്തെന്നുള്ളൊരു വിശ്വാസം നമുക്ക് വന്നാൽ നമുക്ക് ആ ബന്ധനത്തിൽ നിന്ന്, ആ വേദനയിൽ നിന്ന്, ആ കുറ്റബോധത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാം. അത് പ്രാർത്ഥനയിൽ പ്രത്യേകമായൊരു വിഷയമായതുകൊണ്ടാണ് നാം അത് എടുത്തെടുത്ത് പറയുന്നത്. ഒളിച്ചു വയ്ക്കാതെ സർവ്വപാപങ്ങളും പശ്ചാത്താപിച്ച് ഭഗവത് സന്നിധിയിൽ വീണ്ടും അവ ചെയ്യാതിരിക്കാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് ഓരോ മനുഷ്യ ജീവാത്മാവിൻ്റെയും ആവശ്യമാണ്.